പത്തനംതിട്ട കൂടലിൽ 13-കാരനെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചു. പിതാവ് ലഹരിക്കടിമയെന്നാണ് സൂചന. ദൃശ്യങ്ങൾ സഹിതം ശിശുക്ഷേമ സമിതി പോലീസിന് പരാതി നൽകി. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഈ പീഡനം പതിവാണ് എന്നതൊക്കെയാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ്? അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 13-കാരന് പിതാവിൽ നിന്ന് ക്രൂര മർദ്ദനമേറ്റത്. പത്തനംതിട്ട കൂടലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അതിക്രൂരമായാണ് ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് 13-കാരനെ പിതാവ് മർദ്ദിക്കുന്നത്. വലിയ തോതിലുള്ള പീഡനം ഈ കുട്ടി ഏൽക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും പിതാവ് ലഹരിക്ക് അടിമയാണെന്നാണ് നിലവിൽ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇത്തരത്തിലുള്ള മർദ്ദനം. മുമ്പും സമാനമായ രീതിയിൽ മർദ്ദനം നടന്നിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലവിൽ എന്തായാലും പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ സഹിതം CWC ആണ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ആദ്യം CWCക്ക് ലഭിക്കുന്നു. CWC ഇതുമായി ബന്ധപ്പെട്ട പരാതി കൂടൽ പോലീസിന് നൽകുകയായിരുന്നു. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഈ ദൃശ്യങ്ങളുള്ള സാഹചര്യത്തിൽ തന്നെ പിതാവിനെതിരെ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനാണ് സാധ്യത. എന്തായാലും പോലീസ് ഈ ദൃശ്യങ്ങൾ പ്രാഥമികമായി നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മർദ്ദനമാണ്, ക്രൂരമർദ്ദനമാണ് പിതാവിൽ നിന്ന് ഈ 13-കാരൻ നേരിട്ടത്. മദ്യലഹരിയിലായിരുന്നു മർദ്ദനം എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും കൂടൽ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ്. ഇതിൽ മറ്റാരൊക്കെയാണ് കുടുംബത്തിലുള്ളത്? അമ്മ, അവരൊക്കെ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ ജയശങ്കർ? അതായത് നിലവിൽ ഈ വീട്ടിനുള്ളിൽ വെച്ച് വീട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം. പക്ഷേ ആരും തടയുന്നതായി ഒന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പതിവായുള്ള സംഭവമാണ് എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കാം. ഈ കുട്ടി ഈ കളിക്കാനൊക്കെ പോയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് എത്തിച്ചതെന്നും മനസ്സിലാക്കുന്നു. പക്ഷേ പിതാവ് വീടിനുള്ളിൽ വെച്ചാണ് ഇങ്ങനെ ബെൽറ്റ് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നത്. അതും മിനിറ്റുകളോളം ഈ മർദ്ദനം തുടരുന്നു. ഈ 13-കാരന് ഇതൊന്നും ചെറുത്തു നിൽക്കാനുള്ള ഒരു ശേഷിയുമില്ല. എന്തായാലും CWCക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. CWC ഇത് കൃത്യമായി പോലീസിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പിതാവിനെതിരെ പോലീസ് കേസെടുക്കുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ക്രൂരമായ ഒരു മർദ്ദനമാണ് 13-കാരൻ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ലഹരിക്കെതിരെയൊക്കെ വലിയ ക്യാമ്പയിൻ സർക്കാർ നടത്തുമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു പിതാവിൽ നിന്ന് കുട്ടിക്ക് മർദ്ദനം ഉണ്ടാകുന്നത്. ആ മർദ്ദന കാരണം മദ്യലഹരിയിലായിരുന്നു മർദ്ദനം എന്നാണ് നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസാണ് ഔദ്യോഗികമായി ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന ഒരു വിശദീകരണം എന്തായാലും നൽകേണ്ടത്. എന്തായാലും നിലവിൽ CWC വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. പോലീസ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ CWC പരാതി നൽകി കഴിഞ്ഞു. പരാതിയിലാണ് പോലീസ് ഇപ്പോൾ എന്തായാലും കേസെടുക്കാനുള്ള ഒരു ആലോചനയിലാണ്. പോലീസ് പ്രാഥമികമായി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു. വീട്ടുകാരുടെ ഉൾപ്പെടെ മൊഴി പോലീസ് എന്തായാലും രേഖപ്പെടുത്തും. വലിയ ക്രൂരമായ ഒരു മർദ്ദനമാണ് 13-കാരന് നേരെ പത്തനംതിട്ട കൂടലിൽ ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട കൂടലിലാണ് 13-കാരനെ പിതാവ് ക്രൂരമായി മർദ്ദിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ക്രൂരമാണ്. ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അത് കുറച്ച് സമയം അങ്ങനെ തുടരുന്നുണ്ട്. ലഹരിക്കടിമയാണ് ഈ പിതാവെന്ന് പറയുന്നയാൾ എന്നതാണ്. ഇപ്പോൾ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയുടെ ഇടപെടലുണ്ടാകുന്നു. ശിശുക്ഷേമ സമിതി ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് നൽകി. പോലീസ് അത് പരിശോധിക്കുകയും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്ന വിവരമാണ് ജയശങ്കർ നൽകുന്നത്. കേസെടുക്കും പിതാവിനെതിരെ എന്നതാണ്. ലഹരിക്കുടമയാണ്, അടിമയാണ് ഈ പിതാവ്.